സ്കൂൾ ടൈമിൽ കുറച്ച് പിള്ളേരും ഒരു പേരൻറ്റും കൂടെ കൂടി കടകൾ തോറുന്ന നോട്ടീസ് കൊടുക്കുവാണ്. ഒരു മടിയും ചമ്മലും ഇല്ലാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പിള്ളേർ ഈ കാര്യം ചെയ്ത് കണ്ടപ്പോൾ ഞാൻ അവരുടെ പുറകെ പോയി. അവരുടെ സ്കൂളിൻ്റെ വാർഷിക ആഘോഷത്തെപ്പറ്റി നാട്ടുകാരോട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുവാണേ. വിദ്യാഭ്യാസത്തിൻ്റെ ചിന്തകൾ ഇങ്ങനെയൊക്കെയായി മാറേണ്ട കാലം അതിക്രമിച്ചെന്നേ. ഇറങ്ങി കാര്യങ്ങൾ ചെയ്യട്ടെ. ഇവരുടെ പുറകെ നേരെ സ്കൂളിൽ ചെന്നപ്പം ഒരു മുതിർന്ന കുട്ടി 1ലോ 2ലോ പഠിക്കുന്ന പിള്ളേർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഒരു 1ാം ക്ലാസ്സുകാരൻ 7ാം ക്ലാസ്സുകാരെ പിള്ളേരുടെ കൂടെ ഇരുന്ന് കളിക്കുന്നു. അതെ, ഞങ്ങളുടെ നാട്ടിലുള്ള വിശ്വജ്ഞാൻ സ്കൂളിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇതവിടുത്തെ പ്രധാന അധ്യാപിക മിനി ടീച്ചർ. ടീച്ചറിനെ കണ്ടവർക്കും പരിചയപ്പെട്ടവർക്കും ടീച്ചർ പഠിപ്പിച്ച മക്കൾക്കും അറിയാം ഈ ടീച്ചർ ആരാണെന്ന്. ഈ സ്മാർട്ട് ക്ലാസ്സുകളും കണ്ട് അതും ഇതും കൊണ്ട് പിള്ളേരെ മാതാപിതാക്കളെ ആകർഷിക്കുന്ന ഇന്നത്തെ കാലത്ത് ചുരുങ്ങിയ സൗകര്യത്തിൽ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണെന്നറിയാം ഇവിടുത്തെ പിള്ളേർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ സൗകര്യങ്ങളുടെയൊക്കെ അപ്പുറത്തായിട്ടുണ്ടല്ലോ പിള്ളേർക്ക് വേണ്ടത് പേഴ്സണൽ കെയറും നല്ല സ്നേഹമാണെന്ന് ഞാൻ പറയും. ഇവരുടെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കണം. നാളെ ഫെബ്രുവരി 12 പിള്ളേരുടെ കലാപരിപാടിക്കൊപ്പം മാതാപിതാക്കളുടെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഉണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു കാര്യം. അതുകൊണ്ട് പിള്ളേരൊന്നും ഒന്നിനും മടിച്ച് നിൽക്കുന്നില്ല, ഇങ്ങനെ ജില്ലെന്ന് നിൽക്കുവാണേ. അല്ലെങ്കിൽ തന്നെ ഒരിടത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് അവിടെ. ഞാനൊരു അരമണിക്കൂറേ എന്നുള്ളൂ. നല്ല തിരക്കിൻ്റെ സമയത്താണേലും എന്ത് കാര്യമായിട്ടെന്നറിയാം അവരെന്നോട് പെരുമാറിയേ. വലിയ പരസ്യങ്ങളോ മത്സരങ്ങളോ ഇല്ലാത്ത ഇടം, സ്നേഹത്തോടെ ഇടപഴകുന്ന ഒരു കൂട്ടം അധ്യാപകരും കട്ടയ്ക്ക് അവർക്ക് സപ്പോർട്ടായിട്ട് മാതാപിതാക്കളും നല്ല പോലെ വളരുന്ന മക്കളും. ദൈവം അനുഗ്രഹിക്കട്ടെ.